നോക്കാൻ പോകുന്നത് 2D ട്രാൻസ്ഫോർമേഷൻസ് ആണ്. 2D ട്രാൻസ്ഫോർമേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ലേഷൻ പഠിക്കാനുണ്ട്, റൊട്ടേഷൻ പഠിക്കാനുണ്ട്, സ്കെയിലിംഗ്, ഷിയറിങ്, റിഫ്ലക്ഷൻ. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ഹോമോജീനസ് കോർഡിനേറ്റ് സിസ്റ്റം, പിന്നെ മെട്രിക്സ് ഫോർമുലേഷൻ, പിന്നെ വിൻഡോയിൽ നിന്ന് ഒരു വ്യൂ പോർട്ടിലോട്ട് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പിന്നെ ക്ലിപ്പിംഗ് അൽഗോരിതംസുമാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ് നോക്കാം. എന്താണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ അതിൻ്റെ പൊസിഷനെയോ സൈസിനെയോ ഷേപ്പിനെയോ നമ്മൾ മാറ്റം വരുത്തുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്ലെയിനിലാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ 2D ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. അതല്ല നമ്മളൊരു 3D പ്ലെയിനിലാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ 3D ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ പഠിക്കാനുണ്ട്, റൊട്ടേഷൻ പഠിക്കാനുണ്ട്, സ്കെയിലിംഗ് പഠിക്കാനുണ്ട്, ഷിയറിംഗ് പഠിക്കാനുണ്ട്, റിഫ്ലക്ഷൻ പഠിക്കാനുണ്ട്. ആദ്യം നമുക്ക് ട്രാൻസ്ലേഷൻ നോക്കാം. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ വേറൊരു സ്ഥലത്തേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്ത് മാറ്റുക. അതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഫ്രം വൺ പോയിന്റ്, ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ മാറ്റുക. അപ്പം നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിനെ വേറൊരു ഒബ്ജക്റ്റിലോട്ട് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോട്ട് മാറ്റുമ്പം അതിന് എക്സ് ഡയറക്ഷനിൽ കുറച്ച് ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, വൈ ഡയറക്ഷനിലും അതിന് ചേഞ്ച് മേ ബി വരാം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ആ ഒബ്ജക്റ്റ് ഇരുന്നത് എക്സ് വൈ എന്ന് പറയുന്ന പൊസിഷനിലാണ്, നമ്മൾ മാറ്റി പുതിയൊരു പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് ഡാഷ് വൈ ഡാഷ് ആണ്. ഈ സമയത്ത് അത് എക്സ് ഡയറക്ഷനിൽ എടുത്ത ഡിസ്റ്റൻസ് ടി എക്സ് ആണ് എങ്കിൽ വൈ ഡയറക്ഷനിൽ എടുത്ത ഡിസ്റ്റൻസ് ടി വൈ ആണ് എങ്കിൽ വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് ആൻ ഇക്വേഷൻ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടി എക്സ് ആൻഡ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് ടി വൈ, വെയർ ടി എക്സ് ആൻഡ് ടി വൈ ആർ ദ ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് അല്ലെങ്കിൽ ഷിഫ്റ്റ് വെക്ടേഴ്സ് എന്ന് പറയാം. കാരണം എക്സ് ഡാഷ് നമ്മൾ എക്സിനൊപ്പം ട്രാൻസ്ലേഷൻ ഡിസ്റ്റൻസ് ഇൻ എക്സ് ഡയറക്ഷൻ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പൊസിഷനായ എക്സ് ഡാഷ് കിട്ടും. അതേപോലെ വൈ ഡാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇരുന്ന വൈ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വൈ ഡയറക്ഷനിലെ ട്രാൻസ്ലേഷൻ എത്ര സഞ്ചരിച്ചാണ്, എത്രത്തോളം ഡിസ്റ്റൻസ് വൈ ഡയറക്ഷനിൽ കവർ ചെയ്തു, അതാണ് ഈ ടി വൈ എന്ന് പറയുന്നത്. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് പുതിയ പൊസിഷൻ വൈ ഡാഷ് കിട്ടും. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് പി ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് മാറി. അപ്പൊ പിക്ക് വന്ന ട്രാൻസ്ലേഷൻ ഡിസ്റ്റൻസ് ടി എക്സും ഇത്രയും എക്സ് ഡിസ്റ്റൻസ് അത് സഞ്ചരിച്ചിട്ടുണ്ട്, അതാണ് ടി എക്സ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് വൈ ഡയറക്ഷനിൽ അത് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇത്രയും ദാറ്റ് ഈസ് ടി വൈ, ഇത്രയുമാണ് നമ്മളുടെ ടി വൈ, ഇത്രയും നമ്മളുടെ ടി എക്സ്. അപ്പൊ നമുക്ക് ഇതിന് ഒരു മെട്രിക്സ് റെപ്രസെന്റ് ചെയ്ത് കോളം വെക്ടറായിട്ട് വേണേൽ റെപ്രസെന്റ് ചെയ്യാം. നമ്മുടെ കറണ്ട് പോയിന്റ് പി എന്ന് പറയുന്നത് എക്സ് വൈ ആണ് എങ്കിൽ നമ്മുടെ പുതിയ പൊസിഷൻ പി ഡാഷ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് വൈ ഡാഷ് ആണ് എങ്കിൽ നമുക്ക് ഈ പി ഡാഷ് എന്ന് പറയുന്ന പൊസിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? അത് നമ്മുടെ ട്രാൻസ്ലേഷൻ വെക്ടർ ടി എന്ന് പറയുന്നത് ടി എക്സും ടി വൈയും ആണ് എങ്കിൽ നമുക്ക് ഇതിനെ ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് അഡീഷൻ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? പി ഡാഷ് ഈസ് ഈക്വൽ ടു പി പ്ലസ് ടി. പി ഡാഷ് എന്താണ്? എക്സ് വൈ, ദാറ്റ് ഈസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് വൈ ഡാഷ് പ്ലസ് ടി എക്സ് ടി വൈ. ഒരു കോളം വെക്ടർ രീതിയിൽ നമുക്ക് ഇവയെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് നമുക്ക് പറയാം? ട്രാൻസ്ലേഷൻ ഒരു റിജിഡ് ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്താണ് റിജിഡ് ബോഡി ട്രാൻസ്ഫോർമേഷൻ? ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുന്നു, വേറൊരു പൊസിഷനിലോട്ട് മൂവ് ചെയ്യിക്കുന്നു. പക്ഷെ ഒബ്ജക്റ്റിന് ഒരു ഡിഫർമേഷനും അല്ലെങ്കിൽ ഒരു കുഴപ്പവും വരുത്താതെ നമ്മൾ ആ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാം ട്രാൻസ്ലേഷൻ എന്താണ്? ഒരു റിജിഡ് ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു ലൈനെയാണ്, ഇപ്പൊ നമ്മൾ ഒരു പോയിന്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു പോയിന്റ് പി എക്സ് വൈ പൊസിഷനിൽ ഇരുന്ന ഒരു പോയിന്റിന് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇനി കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ നമുക്ക് ലൈൻ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ആ ലൈനിന്റെ എൻ പോയിന്റ്സ് ആയിരിക്കുമല്ലോ തരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ എൻ പോയിന്റിലുള്ള ട്രാൻസ്ലേഷൻ വെക്ടറുകളിൽ നമ്മൾ ഈ ട്രാൻസ്ലേഷൻ ഡിസ്റ്റൻസുകൾ ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഒരു ലൈനെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്ലേഷൻ ഇക്വേഷൻ ഓരോ എൻ പോയിന്റിലും അപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായോ? അതേപോലെ എനിക്കൊരു പോളിഗണിനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ പോളിഗണിനെ നമ്മൾ അതിന്റെ വേർട്ടിസസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം ഈ വേർട്ടിസസിനകത്ത് അല്ലെങ്കിൽ ഈ വേർട്ടിസസിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് ആഡ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് വി ഹാവ് ഗിവൺ എ സ്ക്വയർ വിത്ത് കോർഡിനേറ്റ്സ്. സ്ക്വയറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ നമുക്ക് സ്ക്വയറിന്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ വേർട്ടീസസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സോ എ ബി സി ഡി ആർ ദ വേർട്ടീസസ് വിത്ത് എക്സ് ആൻഡ് വൈ പൊസിഷൻസ് വിത്ത് ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ്. അത് മൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എക്സ് ഡയറക്ഷനിൽ 2ഉം വൈ ഡയറക്ഷനിൽ 3 ഡിസ്റ്റൻസിലുമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ റിസൾട്ടിംഗ് വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പറയും?
ഈ എക്സിന്റെ വാല്യൂസിന്റെ അവിടെ എല്ലാം എന്ത് കൂട്ടിയാൽ മതി? ഈ സീറോയുടെ കൂടെ +2. ഓക്കെ, ബിയുടെ ഈ എക്സ് പൊസിഷനിലെ വാല്യൂ ഏതാ? ഇത് x1y1, ബിയുടെ x2y2, x3y3, x4y4. ഈ x1, x2, x3, x4ന്റെ കൂടെ എല്ലാം ഈ tx ആഡ് ചെയ്യുക. അതുപോലെ y1, y2, y3, y4ന്റെ കൂടെ എല്ലാം ആഡ് ചെയ്യുക. സോ വി ഗെറ്റ് ദ റിസൾട്ട് ഇൻ ന്യൂ വെക്ടർ. ഇപ്പം എ എടുത്തു കഴിഞ്ഞാൽ എയുടെ പൊസിഷൻ 0, 0 ആണ്. അപ്പം അതിന്റെ ഷിഫ്റ്റഡ് എ ഡാഷ് പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ എക്സ് പൊസിഷൻ സീറോയുടെ കൂടെ ഈ ട്രാൻസ്ലേഷൻ വെക്ടറായ എക്സ് ഡയറക്ഷനിലുള്ള വെക്ടർ ആഡ് ചെയ്യുക. രണ്ടാമത്തെ 0 വൈ ഡയറക്ഷനിന്റെ കറസ്പോണ്ടിങ് ആണ്, അതിന്റെ കൂടെ 3 ആഡ് ചെയ്യുക. ബിക്കോസ് അവർ ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് ആർ 2 and 3. സിമിലർലി ഫോർ ദ അതർ പോയിന്റ്സ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമിലർലി ഇത് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ട്രാൻസ്ലേറ്റ് എ പോളിഗൺ വിത്ത് കോർഡിനേറ്റ്സ് A25, B710, C/3 യൂണിറ്റ്സ് ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് 4 യൂണിറ്റ്സ് ഇൻ വൈ ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് പഠിക്കുക. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ റൊട്ടേഷനിലോട്ട് പോവുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, റൊട്ടേഷനും എന്താണ്? ഒരു ട്രാൻസ്ഫർമേഷനാണ്, 2D ട്രാൻസ്ഫർമേഷനാണ്. അപ്പം റൊട്ടേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 2 കാര്യങ്ങളാണ് ഒരു റൊട്ടേഷനിൽ സ്പെസിഫൈ ചെയ്യേണ്ടത്. എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണം, അതുപോലെ നമ്മുടെ പിവറ്റ് പോയിന്റ് എവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റിനെ എവിടെ വെച്ചുകൊണ്ടാണ് നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാവുന്നത്, റൊട്ടേഷൻ ആംഗിളിന്റെ വാല്യൂ പോസിറ്റീവ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളൊരു കൺവെൻഷനാണിത്. റൊട്ടേഷൻ ആംഗിളിന്റെ വാല്യൂ പോസിറ്റീവ് ആണ് എങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് നമ്മൾ റൊട്ടേഷൻ ചെയ്യേണ്ടത്. പിവറ്റ് പോയിന്റ് വെച്ചുകൊണ്ട് കൗണ്ടർ ക്ലോക്ക് വൈസിലായിരിക്കും നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ ക്ലോക്കിന്റെ ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യേണ്ടത്. സപ്പോസ് യു ഹാവ് ഗിവൺ എ പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ തന്നിട്ടുണ്ട്. ആ പി എന്ന് പറയുന്ന പോയിന്റിനെ പി ഡാഷ് എന്ന് പറയുന്നത് ഇത്രയും തീറ്റ ആംഗിൾ ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ XY ആണ്. അതിനെ പി ഡാഷ് എന്ന് പറയുന്ന പൊസിഷൻ X', Y'-ലോട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്തു. അപ്പം നമുക്ക് ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റ് നമ്മൾ തീറ്റ ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഫിഗർ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലായി, നമ്മളുടെ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടലുമായിട്ട് ഈ പി എന്ന് പറയുന്ന പോയിന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഫൈ ആണ്. ക്ലിയർ? ഫൈ ആണ്. അപ്പൊ നമുക്ക് ഈ എക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ഈ പോയിന്റ്, ഈ XY പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം, ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പോയിന്റ് വെച്ചുകൊണ്ട്, ഇവിടെ 0, 0 എന്ന് പറയുന്ന പോയിന്റ് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ എക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഈ എക്സ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 6 ആണ് എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ കോസ് ഫൈ എടുക്കുക. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസെന്റ് സൈഡായ ഈ എക്സ് ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. ഓക്കെ, ബൈ 6. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആയി ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? R cos φ. അപ്പൊ നമ്മുടെ എക്സിന്റെ വാല്യൂ എന്താണ്? R cos φ ആണ്. y എന്താണ് നമുക്ക് കിട്ടുന്നത്? R sin φ ആണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഈ എക്സിന്റെ വാല്യൂ R cos φ കിട്ടി, വൈയുടെ വാല്യൂ R sin φ കിട്ടി. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ നമ്മുടെ ഹൊറിസോണ്ടൽ ഈ കോർഡിനേറ്റ് വെക്ടറുമായിട്ട് നമ്മുടെ പി ഡാഷ് പോയിന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ പ്ലസ് വൈ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് ഡാഷ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് R cos തീറ്റ പ്ലസ് വൈയും, വൈ ഡാഷ് കണ്ടുപിടിക്കണമെങ്കിൽ R sin തീറ്റ പ്ലസ് വൈയും ആണ്. ഒന്നുകൂടി പറയാം, നമ്മൾക്ക് പി എന്ന് പറയുന്ന പോയിന്റിനെ പി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം നമുക്ക് ഈ പിയുടെ കറസ്പോണ്ടിങ് XY വാല്യൂ കണ്ടുപിടിക്കണം. പിക്ക് കറസ്പോണ്ടിങ് എക്സ് പൊസിഷൻ കണ്ടുപിടിക്കുന്നത്, പി എന്ന് പറയുന്നത് നമ്മളുടെ ഹൊറിസോണ്ടൽ ഈ വെക്ടറിൽ ഫൈ ആംഗിൾ ആണ് മേക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കോസ് ഫൈയുടെ ഇക്വേഷൻ വെച്ചിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടുത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് R cos φ കിട്ടും. വൈ ഡയറക്ഷനിൽ നമുക്ക് കിട്ടും R sin φ കിട്ടും. ഇനി നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് പി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് മാറ്റുമ്പോൾ ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ പ്ലസ് ഫൈ ആംഗിൾ ആണ് മേക്ക് ചെയ്യുന്നത്. സോ എക്സ് ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? R cos തീറ്റ പ്ലസ് ഫൈ കിട്ടും. വൈ ഡാഷ് എന്ന് പറയുന്നത് I sin തീറ്റ പ്ലസ് ഫൈ എന്നും കിട്ടും. ഇനി നമ്മൾ ഈ എക്സ് ഡാഷിന് കറസ്പോണ്ടിങ് ഉള്ള ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്യാം. R cos φ cos തീറ്റ മൈനസ് R sin φ sin തീറ്റ. ഓക്കെ, സോ നമ്മുടെ റൊട്ടേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഡാഷ് പുതിയ പൊസിഷൻ എക്സ് എന്ന് പറയുന്നത് നമുക്ക് R cos φയും R sin φയും ആക്കിയിട്ടേക്കുന്നത് ഈ പൊസിഷൻ.
ഈ എക്സിന്റെ വാല്യൂ ആർ കോസ് ഫൈയും വൈയുടെ വാല്യൂ ആർ സൈൻ ഫൈവ് ആയി കിട്ടിയത്. പുതിയ പൊസിഷൻ എക്സ് ഡാഷിന്റെ പൊസിഷൻ നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? ആർ കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റയും വൈ ഡാഷ് എന്ന് പറയുന്നത് എക്സ് സൈൻ തീറ്റ പ്ലസ് വൈ കോസ് തീറ്റ ഈ ഫോമില കിട്ടിയിരിക്കുന്നത്. ഇതെങ്ങനെ കിട്ടിയത് മനസ്സിലാവും. കാരണം എക്സ് ഡാഷ് നമുക്ക് കിട്ടിയത് ആർ കോസ് ഫൈവ് പ്ലസ് തീറ്റയാണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആർ കോസ് ഫൈവ് കോസ് തീറ്റ മൈനസ് ആർ സൈൻ ഫൈവ് സൈൻ തീറ്റ. വൈ ഡാഷ് നമുക്ക് ആർ സൈൻ ഫൈവ് പ്ലസ് തീറ്റയാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ഇക്വേഷൻസിനകത്ത് ഈ ആർ കോസ് വൈയുടെ അവിടെ എല്ലാം നമ്മൾ എന്തിടണം? എക്സ് ഇടണം. ആർ സൈൻ ഫൈവ് കാണുന്നിടത്തെല്ലാം നമ്മൾ വൈ ഇടണം. അപ്പം നമ്മുടെ ഇക്വേഷൻ നമുക്ക് എക്സ് ഡാഷും വൈ ഡാഷും ഇങ്ങനെ കിട്ടും. ഇതാണ് ശരിക്കും നമ്മുടെ റൊട്ടേഷന്റെ ഇക്വേഷൻ. അപ്പൊ ഈ റൊട്ടേഷന്റെ ഇക്വേഷൻ നമ്മൾ അതിനെ എങ്ങനെ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ പുതിയ പൊസിഷൻ എക്സ് ഡാഷ് വൈ ഡാഷ് നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സ് വൈ പൊസിഷന് എന്ത് ചെയ്യണം? കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. നമ്മുടെ ഈ ഇക്വേഷൻ ഇല്ലേ, അത് നേരെ മെട്രിക്സ് ഫോമിൽ എഴുതിയാൽ മതി. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഈ ഫോമിൽ നമുക്ക് എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ എന്താ മെട്രിക്സ് റൊട്ടേഷൻ ഇക്വേഷൻ കൂടി കിട്ടും. അപ്പൊ നമുക്കറിയാം പി ഡാഷ് എന്ന് പറയുന്ന പൊസിഷൻ എന്ന് പറയുന്നത് പി ഇൻറ്റു ആർ എന്നുള്ള ഫോമിൽ കിട്ടി. വേറെ ആർ എന്താണ്? ഈ റൊട്ടേഷൻ മെട്രിക്സ്. അപ്പം ഈ റൊട്ടേഷൻ ആംഗിൾ എന്ന് പറയുന്നത് പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെഗറ്റീവ് ആംഗിൾ ഫോർ നെഗറ്റീവ് ആംഗിൾ റൊട്ടേഷന് ആണെങ്കിൽ നമ്മുടെ മെട്രിക്സിന്റെ വാല്യൂസ് എങ്ങനെ വരുമെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം തീറ്റയുടെ അവിടെ നമ്മൾ മൈനസ് ഇടുമ്പോൾ കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ തന്നെയാണ്. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ വരും. ഇനി അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തീറ്റയിൽ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നോളും. മൈനസ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കറിയാം കോസ് മൈനസ് തീറ്റ എന്താണെന്ന് അറിയാം. കോസ് തീറ്റയാണ്. സൈൻ മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയുമാണ്. ഇനി നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അതിനെ കൗണ്ടർ ക്ലോക്ക് വൈസിൽ ഒരു ആംഗിൾ 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് റൊട്ടേഷൻ മെട്രിക്സും റിസൾട്ടന്റ് പൊസിഷൻ പോയിന്റും കാണിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം റൊട്ടേഷൻ ആംഗിൾ നമുക്കറിയാം എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ കോസ് 45 സൈൻ 45 മൈനസ് സൈൻ 45 കോസ് 45 ഇതാണ് നമ്മുടെ റൊട്ടേഷൻ മെട്രിക്സ്. അപ്പൊ നമുക്ക് ഈ കോസ് 45 സൈൻ 45ന്റെ വാല്യൂസ് എല്ലാം എടുത്തു നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. പി ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പി ഇൻറ്റു ദാറ്റ്സ് റൊട്ടേഷൻ മെട്രിക്സ്. പി എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് 43. അപ്പോൾ 43 ഇൻറ്റു ദിസ്. അപ്പം ഇത് നിങ്ങൾക്ക് മെട്രിക്സ് റൊട്ടേഷൻ മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും. ഇനി അതിന്റെ പ്രോബ്ലമും നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഓപ്പറേഷൻ പഠിക്കുകയാണ് സ്കെയിലിംഗ്. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു സാധനത്തിന്റെ സൈസിനെ മാറ്റം വരുത്തുന്നതിനെയാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്കെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സൈസിനെ കൂട്ടുക അല്ലെങ്കിൽ സൈസിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ സ്കെയിലിംഗ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലും ചെയ്യാം വൈ ഡയറക്ഷനിലും ചെയ്യാം. എക്സ് ഡയറക്ഷനിൽ ചെയ്യുന്ന സ്കെയിലിംഗ് ഫാക്ടറിനെ SX വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. വൈ ഡയറക്ഷനിൽ നമ്മൾ സ്കെയിൽ ചെയ്യുന്നതിന് SY എന്ന് പറയുന്ന ഒരു സ്കെയിലിംഗ് ഫാക്ടർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സോ നമുക്ക് എഴുതാം എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SX ആൻഡ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു SY. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എക്സ് ഡാഷ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു നമ്മുടെ സ്കെയിലിംഗ് വെക്ടർ SX 0 0 SX XY കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. കാരണം എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു SX ഇൻറ്റു എക്സ് പ്ലസ് 0. ഇത് നമ്മൾ എങ്ങനെയാ ഒരു മെട്രിക്സ് രീതിയിൽ നമ്മൾ എഴുതിയതുകൊണ്ടാണ് നമ്മൾ ഈ ഫോമിൽ എഴുതുന്നത്. ഇതാണ് നമ്മളുടെ സ്കെയിലിംഗ് മെട്രിക്സ്. ഓക്കെ, അപ്പം SX എന്താണ്? സ്കെയിലിംഗ് ഇൻ എക്സ് ഡയറക്ഷൻ. SY എന്താണ്? സ്കെയിലിംഗ് ഇൻ വൈ ഡയറക്ഷൻ. അപ്പോൾ ആ ഒബ്ജക്റ്റിന്റെ സൈസിന് മാറ്റം വരികയാണ്. ഇതാണ് ഒരു ഒബ്ജക്റ്റ്, അതിനെ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനും സ്കെയിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫിഗറാണ് ഈ ബി. അപ്പം ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സ്കെയിലിംഗ് ഫാക്ടറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിന്റെ സൈസ് കൂടും, enlarge ചെയ്യും നമ്മുടെ ഒബ്ജക്റ്റ്. അതേസമയം സ്കെയിലിംഗ് ഫാക്ടറിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. ഇനി രണ്ടിന്റെയും SXന്റെ SYന്റെയും വാല്യൂ ബോത്ത് 1 ആണ് എങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സൈസിന് മാറ്റമൊന്നും വരുത്തില്ല. ഇനി ഞാൻ SXന്റെയും SYന്റെയും വാല്യൂ ഒരേ വാല്യൂ ആണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ XX ഈസ് ഈക്വൽ ടു SY ഈസ് ഈക്വൽ ടു 2 തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരേപോലെയാണ് എന്റെ സ്കെയിലിംഗ് വരുന്നത്. അതിന് നമ്മൾ യൂണിഫോം സ്കെയിലിംഗ് എന്ന് പറയും. പക്ഷെ SXന്റെ SYയുടെ വാല്യൂ ഡിഫറെന്റ് വാല്യൂസ് ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ഞാൻ ആ സ്കെയിലിംഗിനെ പറയും ഡിഫറൻഷ്യൽ സ്കെയിലിംഗ് എന്ന് പറയും. ഇനി ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കെയിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഒരു പോളിഗൺ ആണ്. ആ പോളിഗണിന്റെ എൻഡ് പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 2 യൂണിറ്റ് എക്സ് ഡയറക്ഷനിലും 2 യൂണിറ്റ് വൈ ഡയറക്ഷനിലും. അപ്പൊ SXന്റെ വാല്യൂ 2ഉം SYയുടെ വാല്യൂ 2ഉം. അപ്പൊ നമ്മൾ ഈ സ്കെയിലിംഗ് മെട്രിക്സ് എഴുതുക. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്കെയിലിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഹോമോജീനസ് കോർഡിനേറ്റ് സിസ്റ്റം ആണ്.
ഹോമോജീനിയസ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പല ഇക്വേഷൻസ് കണ്ടു. ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്തു അല്ലെ, റൊട്ടേഷൻ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്തു. പിന്നെ നമ്മളിപ്പോൾ സ്കെയിലിംഗ് കണ്ടു. ആ സ്കെയിലിംഗും നമ്മൾ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്തു. ട്രാൻസ്ലേഷനിൽ നമ്മൾ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്തപ്പോൾ അത് അഡീഷൻ ആയിട്ടായിരുന്നു റെപ്രസെന്റ് ചെയ്തത്. പക്ഷേ നമ്മൾ സ്കെയിലിംഗും മറ്റേ ഈ പറഞ്ഞതിന്റെ കൂട്ട് റൊട്ടേഷനും വന്നപ്പോൾ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത. ഹോമോജീനിയസ് കോർഡിനേറ്റ് സിസ്റ്റം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിനെ എല്ലാം ഹോമോജീനിയസ് ആയിട്ട് അല്ലെ ഒരുപോലെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഹോമോജീനിയസ് കോർഡിനേറ്റ് സിസ്റ്റംസ്. പിന്നെ ഇങ്ങനെ ഒരു ഹോമോജീനിയസ് കോർഡിനേറ്റ് സിസ്റ്റത്തിലോട്ട് പോയി കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പറയുകയാണ് ഒരു ഒബ്ജക്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു, പിന്നെ റൊട്ടേറ്റ് ചെയ്തു, പിന്നെ സ്കെയിൽ ചെയ്തു, ഇങ്ങനെയൊക്കെ പല മൾട്ടിപ്പിൾ കമ്പൈൻഡ് ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് തരുമ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഇടയ്ക്കുള്ള വാല്യൂസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും ഈ ഹോമോജീനിയസ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആവും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം കുറയ്ക്കാൻ പറ്റും. അതുപോലെ മെമ്മറി റിക്വയർമെന്റ്സ് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും കോർഡിനേറ്റ് ചെയ്യാതെ ഈസി ആയിട്ട് കമ്പൈൻഡ് ട്രാൻസ്ഫോർമേഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും നോക്കാം. അപ്പം ഒരു ഹോമോജീനിയസ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മളൊരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ എക്സ് വൈ പോയിന്റിനെ എക്സ് എച്ച് വൈ എച്ച് എച്ച് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എച്ച് ഈസ് എ നോൺ സീറോ വാല്യൂ സച്ച് ദാറ്റ് എക്സ് എച്ച് എന്ന് പറയുന്നത് എന്താണ്, എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ് എച്ച് ബൈ എച്ചും വൈ എന്ന് പറയുന്നത് വൈ എച്ച് ബൈ എച്ചും ആണ്. അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എച്ച് ഇൻറ്റു എക്സ് ആണ്. എച്ച് ഇൻറ്റു എക്സും വൈനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വൈ ഇൻറ്റു എച്ചും എച്ച് എന്നുള്ള രീതിയിലുമാണ്. അല്ലെങ്കിൽ നമ്മൾ ലീവ് ഇറ്റ്, ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ എച്ചിന്റെ വാല്യൂ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ 1 കൊടുക്കും. സോ ഈ എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ എപ്പോഴും ഹോമോജീനിയസ് കോർഡിനേറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് കോമ വൈ കോമ 1 എന്നാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക, എന്താണ് ഹോമോജീനിയസ് കോർഡിനേറ്റ്. അപ്പൊ ഹോമോജീനിയസ് കോർഡിനേറ്റിൽ നിങ്ങളുടെ ഒരു 2D പോയിന്റിനെ നമ്മൾ 3 വാല്യൂസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതെപ്പോഴും ഓർത്തിരിക്കുക. ഇനി ഹോമോജീനിയസ് കോർഡിനേറ്റ് സിസ്റ്റം ഫോർ ട്രാൻസ്ലേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ട്രാൻസ്ലേഷന്റെ ഹോമോജീനിയസ് കോർഡിനേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം.